ഇന്നിപ്പോൾ പാർട്ട് ടൈമിൻ്റെ ഇടയ്ക്ക് ബ്രേക്കിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത്. പിന്നെ യൂട്യൂബിൽ മൊത്തം ഇത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും സ്ത്രീധനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീധനം അതുപോലെയാണ് പലരും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിപ്പോൾ വാങ്ങുന്നാലും ശരി, കൊടുക്കുന്നാലും ശരി. ഇപ്പോൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് ഒരു ജോബ് കിട്ടാണ്ടാണ് മിക്കവരും കല്യാണം കഴിച്ച് പോകുന്നൊരു കാഴ്ച കാണുന്നത്. ഈ ഒരു അവസരത്തിൽ പുറത്തേക്ക് എഡ്യൂക്കേഷനും അല്ലാണ്ട് ഇപ്പോൾ നാട്ടിൽ തന്നെ പഠിച്ച് നല്ല ജോലി നോക്കുന്ന ആൾക്കാരോട് എനിക്കൊരു ഹ്യൂജ് റെസ്പെക്റ്റ് തോന്നുന്നു. നമുക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയും, കേരളത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി UK വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ വലിയൊരു മതിപ്പ് തോന്നി ഇങ്ങനത്തെ കാര്യങ്ങളിൽ. കാരണം കല്യാണം കഴിച്ച് സ്ത്രീധനം കൊടുത്തു വിടുന്നതിൻ്റെ ഒരു 1/4 തുക പോലും വരാറില്ല സാധാരണ ഇവിടെ വന്ന് പഠിച്ച് ഒന്ന് സെറ്റിൽ ആവുന്നതിന്. എന്നിട്ട് നല്ലൊരു എമൗണ്ട് സ്ത്രീധനം കൊടുത്ത് അവിടെ പോയിട്ട് ഇതുപോലുള്ള പീഡനങ്ങളും വാങ്ങി ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്, സ്വാഭാവികം. എന്നാലും കേരളത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹത്തിന് മുന്നോ വിവാഹത്തിന് ശേഷമോ ആരും ആരുടെ അടിമകളല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കുന്നവരാണെങ്കിൽ പോലും നാട്ടിലൊരു ടോക്സിക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ വെച്ചിട്ട് ഇവിടെ വന്ന് അത് ബ്രേക്കപ്പ് ആയി കഴിയുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. കാര്യം ഇവിടെ വന്നു കഴിയുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ ബോൾഡാകും, അവർക്കൊരു ലോക വിവരം വെക്കും. സെറ്റിലായ ഒരാളെ കല്യാണം കഴിക്കുക എന്നതല്ല ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ഉപഭോക്താക്കൾ മനസ്സിലാക്കണം. ഇനിയുള്ളവരെങ്കിലും ഇങ്ങനെയൊന്നും ആവാതെ ജീവിതം സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി പ്രോസസ്സ് ചെയ്ത് ജീവിക്കുക. ബൈ.